30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള പ്രതിദിന അവലോകനം. നാലു ദിനം നീണ്ട ആവേശകരമായ കാഴ്ചകൾക്ക് ശേഷം തിരുവനന്തപുരം നഗരം വീണ്ടും ലോക സിനിമയുടെ വിരുന്നിനായി ഉണർന്നിരിക്കുന്നു. ടാഗോർ തിയേറ്ററും കൈരളി ശ്രീ നിള സമുച്ചയവും ഉൾപ്പെടെയുള്ള വേദികളിൽ അതിരാവിലെ മുതൽ തന്നെ ഡെലിഗേറ്റുകളുടെ നീണ്ട നിരയാണ് കാണുന്നത്. വാരാന്ത്യത്തിലെ തിരക്കിന് ഒട്ടും കുറവില്ലാതെയാണ് പ്രവൃത്തി ദിനമായ ഇന്നലെയും മേള മുന്നോട്ടു പോയത്. 15,000-ഓളം പ്രതിനിധികളാണ് ഇത്തവണത്തെ മേളയിൽ പങ്കെടുക്കുന്നത്. കേരളത്തിലെ സമകാലീന ചിത്രകലാ ലോകത്ത് തന്റെ സവിശേഷമായ രേഖാചിത്രങ്ങളിലൂടെയും ദൃശ്യഭാവനയിലൂടെയും വ്യക്തിമുദ്ര പതിപ്പിച്ച ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ തെരഞ്ഞെടുത്ത സിനിമാ ലൊക്കേഷൻ സ്കെച്ചുകളുടെ പ്രദർശനം കൈരളി തിയേറ്ററിൽ ആരംഭിച്ചു. ചലച്ചിത്രമേളയോടനുബന്ധിച്ചുള്ള എക്സ്പീരിയൻസിയ, ഋത്വിക് ഘട്ടകിന്റെ പ്രദർശനം തുടങ്ങിയ ആകർഷകമായ ദൃശ്യാനുഭവങ്ങൾക്കൊപ്പം ചേർത്താണ് ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ലൊക്കേഷൻ സ്കെച്ചുകൾ പ്രദർശിപ്പിക്കുന്നത്. നമ്പൂതിരിയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. മലയാള സിനിമയുടെ ദൃശ്യഭാഷയ്ക്ക് പുതിയ വ്യാകരണങ്ങൾ രചിച്ച സംവിധായകനും മുൻ ചലച്ചിത്ര അക്കാദമി ചെയർമാനും IFFK ഡയറക്ടറുമായിരുന്ന ശ്രീ TK രാജീവ് കുമാർ തന്റെ പഴയകാല IFFK ഓർമ്മകളും പുതിയ കാലത്തെ മാറ്റങ്ങളും ആകാശവാണിയുമായി പങ്കുവച്ചു. ആദ്യകാലത്ത് ഈ പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ അക്കാഡമിയുടെ ഒരു വിഷൻ, അവരുദ്ദേശിച്ചിരുന്ന വിഷനുമായിരുന്നു എൻ്റെ ഒരു ടാർഗറ്റ്. അതിന് ഞാൻ അന്ന് എടുത്തൊരു ഡിസിഷൻ, അന്ന് മലയാളത്തിൽ നിൽക്കുന്ന ഒരു ചലച്ചിത്ര ഇൻഡസ്ട്രിയെ കൂടെ അതിൻ്റെ പാർട്ടാക്കുകയും അങ്ങനെ ഒരു കൂടുതൽ ജനപങ്കാളിത്തത്തിലേക്ക് ഇത് മാറുകയും അന്ന് റൈറ്റ് ഓഡിയൻസ് എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു മോട്ടോ. അത്തരത്തിൽ 2003 തൊട്ട് 2006 വരെ വേരിയഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അന്ന് ചെയ്യാൻ കഴിഞ്ഞു. ലോക സിനിമയുടെ ചരിത്രത്തിലൂടെ ഒരു നേർക്കാഴ്ച നൽകുന്ന പ്രദർശനവും സിനിമാ പ്രേമികൾക്ക് ഒരു വിരുന്നാണ്. ലോകമെമ്പാടുമുള്ള സിനിമകളുടെ നിരവധി ക്ലിപ്പിങ്ങുകൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട മലയാള സിനിമാ സംവിധായകരുടെ സൃഷ്ടികളും അവരുടെ വ്യക്തിഗത പ്രൊഫൈലുകളും ഉൾപ്പെടുന്ന ഫോട്ടോ സെഷനുകൾ പ്രത്യേകം ഒരുക്കിയിട്ടുണ്ട്. ഈ പ്രദർശനത്തെക്കുറിച്ച് സംസാരിക്കുന്നു IFFK വളണ്ടിയർ രാജമണി. മഹാരഥന്മാരായ ഫിലിം മേക്കേഴ്സിന്റെ ഫുൾ പോർട്രേറ്റ് ഉണ്ട്. മലയാള സിനിമയുടെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഫിലിം മേക്കേഴ്സിന്റെ സൃഷ്ടികളുടെയും അവരുടെ പേഴ്സണൽ പ്രൊഫൈലിന്റെയും ഫോട്ടോ സെഷൻ ഉണ്ട്. ലോക സിനിമാ ചരിത്രത്തിലെ ഒരു ലാൻഡ്മാർക്കായ മൂവികളുടെ ക്ലിപ്പിംഗ്സുകളുണ്ട്. ചരിത്രത്തിൽ വളരെ അപൂർവ വ്യക്തിത്വങ്ങളെന്ന് ചലച്ചിത്ര മേഖലയിൽ അറിയപ്പെടുന്ന വ്യക്തികളുടെയും ഫോട്ടോ സെഷനുണ്ട്. ചലച്ചിത്രോത്സവത്തിൽ പ്രദർശനത്തിനെത്തിയ ഫുൾ പ്ലേറ്റ് എന്ന ചിത്രത്തിന്റെ സംവിധായിക തനിഷ്ഠ ചാറ്റർജി സിനിമാ നിർമ്മാണത്തിന്റെ അനുഭവങ്ങൾ പങ്കുവച്ചു. തുടക്കക്കാരിയുടെ സമീപനത്തോടെയാണ് സിനിമയുടെ ഓരോ ഘട്ടത്തെയും താൻ നോക്കിക്കാണുന്നതെന്ന് അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. യാഥാസ്ഥിതിക പിന്തിരിപ്പൻ ചിന്താഗതിയുള്ള സമൂഹത്തിൽ നിന്നും വേറിട്ട് നടക്കാനും സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രേരിപ്പിക്കുന്ന നടൻ രാജേഷ് മാധവന്റെ പെണ്ണും പൊറാട്ടും ചിത്രം ഇഷ്ടമില്ലാത്തിടത്തു നിന്നും ഓടിപ്പോകാൻ കൂടി വിശാലമാണ് ഈ ലോകം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് ന്യൂ തിയേറ്റർ സ്ക്രീൻ 1-ൽ രാവിലെ 9:15 ചിത്രം പ്രദർശനത്തിനെത്തും. രാജേഷ് മാധവൻ. സിനിമയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. പെണ്ണും പൊറാട്ടും. ആക്ടർ ജീവിത ചെലവിന് വേണ്ടിയിട്ടാണ്, ഡയറക്ടർ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് മൃഗങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ. സുട്ടു എന്നാണ് അവൻ്റെ പേര്. IFFK കൊണ്ടുവരണം എന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷേ പറ്റിയില്ല. 30ാം അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ 2 മലയാള സിനിമകളാണ് മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്നത്. അതിലൊന്ന് ഉണ്ണികൃഷ്ണൻ ആവള സംവിധാനം ചെയ്ത തന്തപ്പേര് ലൈഫ് ഓഫ് എ ഫാലസ് എന്ന സിനിമയാണ്. ഏഷ്യയിലെ ഏക ഗുഹാമനുഷ്യരായ ചോലനായ്ക്കൻ വിഭാഗം അഭിനയിച്ച ഈ സിനിമയുടെ പിറവിയും അതിന്റെ സാമൂഹിക പ്രാധാന്യവും സംവിധായകൻ ആകാശവാണിയോട് പങ്കുവച്ചു. അടിയന്തരാവസ്ഥ എങ്ങനെയാണ് കേരളത്തിലെ ഗോത്രവിഭാഗങ്ങളിൽ ഇടപെട്ടത് എന്ന് എവിടെയും പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല. 17-18 വർഷങ്ങൾക്ക് മുമ്പ് ലാസ്റ്റ് പേജ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്ററി ചെയ്തിരുന്നു. ആ ഡോക്യുമെന്ററിയിൽ സ്വാഭാവികമായി നമ്മളിങ്ങനെ ബൈറ്റുകൾ എടുത്തെടുത്ത് പോകുന്നതിനിടയിൽ ഒരു മനുഷ്യൻ പറഞ്ഞു, എന്നെ പണ്ട് ഇങ്ങനെ കൊണ്ടുപോയിരുന്നു, അടിവയറിൽ ഇങ്ങനെ ഒരു ശസ്ത്രക്രിയ നടത്തിയിരുന്നു, അതിനുശേഷം എനിക്ക് കുട്ടികളുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് മൂപ്പര് ഒരു സാധനം പൂരിപ്പിച്ചു. അതെനിക്ക് സ്ട്രൈക്ക് ചെയ്തു. പിന്നീട് ആ ഒരു അന്വേഷണത്തിൽ ഇത്രയും കാലത്തിനിടയിൽ ഞാൻ കണ്ട ഏറനാട് എന്ന് പറയുന്നത് അറനാടർ എന്ന് പറയുന്ന ഗോത്ര വിഭാഗത്തിൽ നിന്നാണ് ആ പേരുണ്ടായെന്നാണ്. മലപ്പുറം ജില്ലയിലെ ഒരു ദേശപ്പേരാണ്. അവിടെയുള്ള മനുഷ്യർ അവരിലൊക്കെ ഈ വന്ധ്യീകരണം നടത്തുകയും അവരൊക്കെ വംശം അറ്റുപോവുകയും ചെയ്യുന്നു. ഇതേപോലെ വയനാട്ടിലും കാട്ടുനായ്ക്ക വിഭാഗത്തിലും പണിയേരിലൊക്കെ ഇത് നടത്തിയിട്ടുണ്ട്. ഒരു വംശഹത്യയുടെ വക്കിലേക്ക് ഒരു ഗോത്ര വിഭാഗത്തിനെ വഴി കാട്ടിക്കൊടുക്കാൻ അല്ലെങ്കിൽ അവരെ നശിപ്പിച്ചു കളയാൻ കുറച്ച് ബ്യൂറോക്രാറ്റുകളുടെ ഒരു കാലത്തെ തീരുമാനത്തിന് കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ചലച്ചിത്രമേള നടക്കുന്ന 16 തിയേറ്ററുകളിലും ഓരോ ഷോയുടെയും മുഖ്യ ആകർഷണവും വിവരദാതാക്കളുമായി ഒരു കൂട്ടം മിടുക്കരായ ആങ്കർമാർ സജീവമാണ്. ചലച്ചിത്ര പ്രദർശനത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ
കാണികളെ സിനിമയുമായി ബന്ധിപ്പിക്കുന്നതിൽ ഈ മിടുക്കരായ ആങ്കർമാർ നിർണായക പങ്കുവഹിക്കുന്നു. എൻ്റെ പേര് ആലോക് പി പ്രപഞ്ച്. IFFKയിൽ ഇതിനു മുമ്പ് പങ്കെടുത്തിട്ടുണ്ടെങ്കിലും കോമ്പയർ എന്നുള്ള രീതിയിൽ ഭാഗമാകുമ്പോൾ അതൊരു പുതിയ അനുഭവം തന്നെയാണ്. ഇവിടെ നിന്നുള്ള ഒരു സൗഹൃദവും പിന്നീട് ആ സൗഹൃദം സിനിമയുമായി കൂടി ബന്ധിപ്പിക്കുമ്പോൾ ലോക സിനിമയായിട്ടുള്ള അവരുടെയൊക്കെ വക്താക്കളെയൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുക, സിനിമ കണ്ടതിന് ശേഷം അതിൻ്റെ അണിയറ പ്രവർത്തകരോടും സംവിധായകരും ഒക്കെ നേരിട്ട് കണ്ട് സംവദിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അതൊക്കെയും ഇവിടെ ഈ പ്ലാറ്റ്ഫോമിലൂടെ സാധ്യമാവുന്നുണ്ട്. മേളയുടെ 5ാം ദിവസമായ ഇന്ന് ലോക സിനിമയിലെ വൻപന്മാരുടെ ചിത്രങ്ങളും ശ്രദ്ധേയമായ മലയാള ചിത്രങ്ങളുമടക്കം വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണ് പ്രേക്ഷകരെ കാത്തിരിക്കുന്നത്. മലയാളം ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ഭാഷകളിൽ നിന്നുള്ള ചിത്രങ്ങളുടെ പ്രദർശനവും ഡെലിഗേറ്റുകൾക്ക് ആവേശമായി. മലയാള സിനിമ ഇന്ന് വിഭാഗത്തിൽ ജിയോ ബേബിയുടെ എബ് പോലുള്ള ശ്രദ്ധേയ ചിത്രങ്ങൾ ഇന്നും പ്രദർശനത്തിനുണ്ട്. വിയറ്റ്നാം സിനിമയുടെ 50 വർഷത്തെ ചരിത്രം അടയാളപ്പെടുത്തുന്ന ചിത്രങ്ങൾക്കുള്ള പ്രേക്ഷക പ്രതികരണം മികച്ചതാണ്. ഇന്ന് ഫെസ്റ്റിവൽ ഫേവറിറ്റ്സിൽ ഗ്രീക്ക് ചലച്ചിത്ര സംവിധായകനും നാടക സംവിധായകനുമായ യോർഗോസ് ലാന്തിമോസ് സംവിധാനം ചെയ്ത ബ്യൂഗോണിയ രാത്രി 9 മണിക്ക് നിശാഗന്ധിയിൽ പ്രദർശിപ്പിക്കും. പ്രശസ്ത കൊറിയൻ ചിത്രമായ സേവ് ദി ഗ്രീൻ പ്ലാനറ്റിന്റെ റീമേക്കാണിത്. തട്ടിക്കൊണ്ടുപോയ ഒരു CEO അന്യഗ്രഹ ജീവിയാണെന്ന് വിശ്വസിക്കുന്ന 2 ഗൂഢാലോചന സിദ്ധാന്തക്കാരുടെ കഥ പറയുന്ന ഈ ചിത്രം ഒരു സയൻസ് ഫിക്ഷൻ ബ്ലാക്ക് കോമഡിയാണ്. I am a high-profile corporate executive. Good morning, Michelle. My company is a key job creator and economic engine of the region. Let's start over. I am a high-profile female corporate executive. Does that add a certain politicized optics to this? I would say that's a tremendous factor. I am crucial. In all humility, I can say that. So, this is a joke then? Sorry, that was the best I could do. No, it isn't. Okay, let's reset. I am a high-profile female corporate executive. No. What you're asking me to do is not quite clear to me. I know what you are. You should just say it. What do you really want me to say? ലോക സിനിമാ വിഭാഗത്തിൽ പ്രശസ്ത സ്കോട്ടിഷ് ചലച്ചിത്രകാരി ലിൻ റാംസിയുടെ ഡൈ മൈ ലവ് വൈകുന്നേരം 6 മണിക്ക് ഏരിസ് പ്ലെക്സ് സ്ക്രീൻ 1-ൽ പ്രദർശിപ്പിക്കും. സ്വീഡിഷ് ഈജിപ്ഷ്യൻ സംവിധായകൻ താരിഖ് സലേയുടെ ഈഗിൾസ് ഓഫ് ദി റിപ്പബ്ലിക് രാവിലെ 9:15 ഏരിസ് പ്ലെക്സ് സ്ക്രീൻ 1-ൽ പ്രദർശിപ്പിക്കും. മത്സര വിഭാഗത്തിൽ മികച്ച പ്രതികരണം നേടിയ ജാപ്പനീസ് ചിത്രം 2 സ്ട്രേഞ്ചേഴ്സ് എന്ന ചലച്ചിത്രത്തിനെക്കുറിച്ച് പറയുന്നു ചലച്ചിത്ര ആസ്വാദക സ്മിത. മൂവിക്കുള്ളിൽ തന്നെ ഒരു മൂവിയുടെ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ തന്നത്. 2 സീസണുകളിലൂടെ 2 സ്ട്രേഞ്ചേഴ്സിൻ്റെ കഥ പറഞ്ഞു പോകുന്ന സിനിമയാണ്. ശരിക്കും നമ്മൾ ജീവിതത്തിലെ നിശബ്ദത, ഏകാന്തത, അതിൽ അപരിചിതർ തമ്മിൽ കണ്ടെത്തുന്നതിൻ്റെ ആ ഒരു ബന്ധങ്ങളുടെ ഊഷ്മളത, ഇങ്ങനെ ഒത്തിരി ലെയേഴ്സായിട്ട് ആ സിനിമ നമ്മളെ ശരിക്കും ആത്മാവിലേക്ക് തന്നെ ഇറങ്ങിച്ചെല്ലുന്ന ഒരു അനുഭവമാണ് ഈ മൂവിയിലൂടെ ലഭിച്ചത്. ഇത്രയേറെ ജനപങ്കാളിത്തമുള്ള ഒരു മേള സംഘടിപ്പിക്കുമ്പോൾ ശരിയായ മാലിന്യ സംസ്കരണം ഒരു വെല്ലുവിളി തന്നെയാണ്. അതോടനുബന്ധിച്ച് ടാഗോർ തിയേറ്റർ പരിസരത്ത് സംഘടിപ്പിച്ചിട്ടുള്ള ഖരമാലിന്യം സ്റ്റാളിനെ പറ്റി സംസാരിക്കുന്നു അർബൻ സാനിറ്റേഷൻ ആൻഡ് ടെക്നിക്കൽ എക്സ്പെർട്ട് ജയകുമാർ. ഖരമാലിന്യം എന്നത് നമുക്ക് ഇന്ന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പല രീതിയിലുള്ള ടെക്നോളജികളും ആധുനിക രീതിയിലുള്ള സാങ്കേതിക വിദ്യകളും നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അതിൽ ഇപ്പോൾ നമ്മുടെ എക്സിബിഷൻ സ്റ്റാളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ബയോ-CNGയുടെ ഒരു മോഡലാണ്. ബയോ-CNG പ്ലാന്റ് എങ്ങനെ നിർമ്മിക്കാം, എന്താണ് അതിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കുക എന്നുള്ളതിനുള്ള ഒരു മോഡലാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രദർശിപ്പിച്ചിരിക്കുന്നത്. വിയറ്റ്നാം കൺട്രി ഫോക്കസ് വിഭാഗത്തിൽ ട്രിൻ ഡിൻ ലേ മിൻ സംവിധാനം ചെയ്ത വൺസ് അപ്പോൺ എ ലവ് സ്റ്റോറി എന്ന ചിത്രം ഇന്ന് രാത്രി 8 മണിക്ക് ന്യൂ തിയേറ്റർ സ്ക്രീൻ 3-ൽ പ്രദർശിപ്പിക്കും. കൺട്രി ഫോക്കസ് വിഭാഗത്തിൽ ഇന്ന് പ്രദർശനത്തിനെത്തുന്ന മറ്റൊരു ശ്രദ്ധേയമായ ചിത്രം പ്രശസ്ത സംവിധായകൻ ബൂയി താക് ചൂയിന്റെ ഗ്ലോറിയസ് ആഷസ് ആണ്. രാത്രി 8:15 ഏരീസ് പ്ലക്സ് സ്ക്രീൻ 4-ലാണ് പ്രദർശനം. വരും ദിവസങ്ങളിലും വൈവിധ്യമാർന്ന ചലച്ചിത്രാസ്വാദന അനുഭവങ്ങൾക്കായി കാത്തിരിക്കുകയാണ് തിരുവനന്തപുരം നഗരവും ആയിരക്കണക്കിന് IFFK പ്രേക്ഷകരും. മുപ്പതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള പ്രതിദിന അവലോകനം സമാപിക്കുന്നു. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.